മലയാള സിനിമയിലേക്കാണ് ഇപ്പോൾ പഴയ സിനിമകളൊക്കെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് റീമാസ്റ്റർ ചെയ്ത തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുകയാണ്. അത് കൈനീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുന്നു. മലയാളത്തിൽ കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണ് ദേവദൂതൻ എന്ന സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണ് എന്ന് തോന്നുന്നു. ദേവദൂതൻ ഇറങ്ങിയതിന് ശേഷം അതിന് വലിയ സ്വീകാര്യത തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നു. എല്ലാവരും പോയി കാണുന്നു. തിയേറ്റർ നിറഞ്ഞ ആളുകളാണ്. അതുമാത്രമല്ല, അടുത്ത മാസം മണിച്ചിത്രത്താഴ് വരാനിരിക്കുന്നു. അപ്പോൾ ദേവദൂതൻ അജിംസിന് തിയേറ്ററിൽ പോയി കാണണം എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തിയേറ്ററിൽ മിസ് ചെയ്തൊരു സിനിമയാണ്. കാരണം വെച്ചാൽ ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ സിനിമകളെ കാണാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ദേവദൂതൻ കാണാമായിരുന്നത്. അതർവൈസ് ഞാൻ ചിലപ്പോൾ കണ്ടേനെ ആ സിനിമ. പിന്നെ ഒരു പക്ഷേ അന്ന് എനിക്ക് ദേവദൂതൻ കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ കണ്ടു എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഈ ദേവദൂതൻ ഒരു കൾട്ട് ക്ലാസിക്കായി മാറിയത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്. അത് അടുത്തൊരു 4-5 വർഷത്തിനിടയിൽ ദേവദൂതനെ പറ്റി ഒരുപാട് സിനിമാ ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്കിലും മറ്റും വലിയ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഇന്നത്തെ കാലം തെറ്റിയിറങ്ങിയ സിനിമ ഇന്ന് വന്നിരുന്നെങ്കിൽ ഹിറ്റാവേണ്ട സിനിമ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ ദേവദൂതൻ യൂട്യൂബിൽ പോയി കാണുന്നത്. അപ്പോൾ യൂട്യൂബിൽ പോയി കണ്ടപ്പോഴാണ് ഇത് ശരിക്കും ഒരു തിയേറ്റർ റിലീസ് അർഹിക്കുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ സൗണ്ട് മിക്സിങ്, അതിൻ്റെ ഒരു ഫീല് അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. മോഹൻലാൽ എന്ന ഫാക്ടർ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ മിസ് ചെയ്യുന്നൊരു മോഹൻലാലിനെ അതിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എന്ന് മാത്രമല്ല, മോഹൻലാലിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് അത്. അതുവരെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടർ. അതായിരിക്കും എനിക്ക് തോന്നുന്നു ആ സിനിമ പരാജയപ്പെടാനുള്ള കാരണം. അത് അന്ന് നരസിംഹത്തിൻ്റെ കാലമാണ്. അതായത് മീശ പിരിച്ച് ഈ പറയുന്ന മൂക്കിൻ്റെ 2 ഹോളും കാണുന്ന രീതിയിലുള്ള ക്ലോസപ്പ് വയ്ക്കുന്ന ആ ക്യാരക്ടറാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിന് തികച്ചും എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. എന്ന് മാത്രമല്ല, മോഹൻലാലിനെ ഒരു ആക്ടറിൻ്റെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ ആ സിനിമ എന്ന് പറയുന്നൊരു പോയമാണ്, ഒരു കവിതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലെ പാട്ടുകൾ എൻ്റെ ഫേവറേറ്റ് പാട്ടുകളാണ് അതിലുള്ളതൊക്കെ. ചിലപ്പോൾ രേഷ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കില്ല എനിക്ക് ഇഷ്ടമുള്ള പാട്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പാട്ടുകളിൽ പെട്ടതാണ് അതിൽ സിനിമകൾ. വിദ്യാസാഗറിൻ്റെ മാജിക്കൽ. അതിനൊക്കെ അപ്പുറം എനിക്ക് പറയാതെ പോകേണ്ടാത്ത ഒരാളുണ്ട്, രഘുനാഥ് പലേരി. ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു തിരക്കഥാകൃത്താണ് മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ സിനിമ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫിൽമോഗ്രഫി നോക്കുക. അദ്ദേഹം എഴുതിയിട്ടുള്ള സിനിമകൾ, അതിൻ്റെ ക്യാരക്ടർ. പിൻഗാമി എഴുതിയത് രഘുനാഥ് പലേരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പിൻഗാമി എന്ന സിനിമ എഴുതിയത് അദ്ദേഹമാണ്. പൊന്മുട്ടയുടെ നിറവ് എഴുതിയത് അദ്ദേഹമാണ്. 1 മുതൽ 0 വരെ എഴുതിയതും അദ്ദേഹമാണ്. അതൊരു ചെറുകഥ പോലെ തിരക്കഥ എഴുതാൻ കഴിയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വ്യത്യസ്ത സൃഷ്ടിയാണ് ദേവദൂതൻ. അപ്പോൾ തീർച്ചയായിട്ടും ദേവദൂതൻ തിയേറ്ററിൽ വരുന്നു. ഞാൻ കാണും. തിയേറ്ററിൽ വന്നിട്ടുണ്ടെന്ന് അറിയുന്നു. ഞാൻ പോയി കാണും എന്തായാലും. എനിക്ക് പറയാനുള്ളൊരു കാര്യം അതല്ല. എല്ലാ സിനിമകളും ഇങ്ങനെ ഈ ഭൂതകാലത്ത് എടുത്ത് കൊണ്ടുവന്ന് റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലാക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഒരു സിനിമ എന്ന് പറയുന്നത് ആ സിനിമ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കൾച്ചറൽ, അതുപോലെ സാങ്കേതികപരമായ പല ഘടകങ്ങളും കൂടി ചേർന്നതാണ്. ഇപ്പോൾ ഓളവും തീരവും ആദ്യമായി പുറത്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഓളവും തീരവും. എന്നാൽ നമുക്കിതൊന്ന് കളറിലാക്കി കളയാം. കളർ നല്ല രസമായിരിക്കുമല്ലോ. അതിൻ്റെ ഒരു എസ്തെറ്റിക് വാല്യൂവിനെ തകർത്ത് കളയുന്ന ഒന്നാണ്. സത്യജിത് റായുടെ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുണ്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ നമുക്കൊന്ന് കളർ ചെയ്ത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കി കളയാന്ന് പറഞ്ഞാൽ അത് ആ സിനിമയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നത് ആ കാലഘട്ടത്തിൻ്റെ പല ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അന്നത്തെ സാങ്കേതികവിദ്യ, അന്നത്തെ സൗന്ദര്യ സങ്കല്പം, എസ്തെറ്റിക്സ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. എന്നാൽ അതിനെയൊക്കെ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് കളയാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും അപ്പോൾ അത് എന്താണ് പറയുക, അതൊരു സിനിമയല്ല, ആ സിനിമയല്ലാതായത് മാറും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ പൈപ്പ് ലൈനിൽ കുറേയധികം സിനിമകൾ അങ്ങനെ വരാൻ പോകുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. തമിഴിലൊക്കെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും കേൾക്കുന്നു. അങ്ങനെ റീമാസ്റ്റർ ചെയ്ത് എല്ലാ സിനിമയും തിയേറ്ററിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ദേവദൂതൻ ഒരു എക്സെപ്ഷനാണ്. മണിച്ചിത്രത്താഴും അങ്ങനെയാണ്. മണിച്ചിത്രത്താഴിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ അന്ന് തിയേറ്ററിൽ കണ്ടതുപോലെ ഒരു ഫീൽ അല്ല ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും ദേവദൂതൻ മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങുമ്പോഴും വലിയ വിജയം അത് വിജയിച്ചിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ മണിച്ചിത്രത്താഴ് റീമാസ്റ്റർ ചെയ്ത് ഇറക്കി കാണുക എന്നുള്ളത് ഈ ദേവദൂതൻ ഇറക്കുന്ന പോലെ അനിവാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് അന്ന് തന്നെ ആ ഫീലൊക്കെ നമുക്ക് തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട്, ആ സിനിമയുടെ ഫീൽ. ദേവദൂതൻ അങ്ങനെയല്ല. ദേവദൂതൻ കുറേ കൂടി ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നൊരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഈ രഘുനാഥ് പലേരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വായിച്ചപ്പോൾ അദ്ദേഹം ഈ എൻ ജീവനെ പാട്ട്, എനിക്കതിൽ ഈ സിനിമയിൽ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ടൊക്കെ തിയേറ്ററിൽ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ കൂവി വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അന്ന് യെസ് അന്ന്. അപ്പോൾ ഇപ്പോൾ സിബിമലയിലും ഈ രഘുനാഥ് പലേരിയൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക സന്തോഷം അല്ലേ, എത്രത്തോളം ആയിരിക്കും. അപ്പോൾ ദൗസറിന് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ സ്ഫടികമൊക്കെ അടുത്ത കാലത്ത് അങ്ങനെ വന്നിരുന്നു, മണിച്ചിത്രത്താഴിനി വരാനിരിക്കുന്നു. ഈ സിനിമ ഇറങ്ങിയപ്പോൾ അതിന് മികച്ച പ്രതികരണമുണ്ട്. തിയേറ്ററിലേക്ക് ടിക്കറ്റ് കിട്ടാനില്ല, അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്.
അല്ല, സ്ഫടികം ഹൗസ്ഫുൾ എന്ന് ഇപ്പോൾ എഴുതി കാണിക്കുമ്പോൾ അത് ഭയങ്കര സംഭവമല്ലേ. പറഞ്ഞാൽ 2001 പരാജയപ്പെട്ടു പോയൊരു തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയൊരു ചിത്രം 2024 ഇങ്ങനെ ഹൗസ്ഫുൾ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ദേവദൂതൻ ഹൗസ്ഫുൾ എന്ന് എഴുതി വെച്ചിരുന്നു. അതിൻ്റെ നിർമ്മാതാക്കൾക്കും അതിൻ്റെ സംവിധായകർക്കും ഉണ്ടാകുന്നൊരു സന്തോഷം, ആനന്ദം ഗംഭീരമല്ലേ. പക്ഷേ ഇത് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇത് കഴിഞ്ഞ വർഷം സ്ഫടികം വന്നിട്ടുണ്ട്. ദേവദൂതനാണ് ഈ റീമാസ്റ്ററിങ്ങിൽ ഹിറ്റായി വന്നിരിക്കുന്നത്. പക്ഷേ ലോകത്ത് ഇത് ട്രെൻഡാണ് കേട്ടോ. പല രാജ്യങ്ങളും നേരത്തെ തന്നെ തുടങ്ങിയാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 3-4 വർഷമായി ഇതിൻ്റെ ആറാട്ടാണ്. ഇതിൻ്റെ ആറാട്ട്. ഈ ഗില്ലി എന്ന് പറയുന്ന സിനിമയില്ലേ, ഗില്ലിയിൽ കഴിഞ്ഞ ഈ മെയിലാണത് റീമാസ്റ്റർ ചെയ്ത് വന്നത്. ഗില്ലിയിൽ പ്രകാശ് രാജിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, മുത്തുപാണ്ഡ്യൻ, നിറഞ്ഞാടുകയാണ്. പ്രകാശ് ആ മുത്തുപാണ്ഡ്യൻ്റെ കോസ്റ്റ്യൂമും, ഞാനത് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്, കോസ്റ്റ്യൂമും ആവേശത്തിലെ രംഗണ്ണൻ്റെ കോസ്റ്റ്യൂമും ഒന്ന് നോക്കിയോ ചുമ്മാ നോക്കിയോ. ആ വെള്ളക്കുപ്പായും വെള്ള പാൻറ്റും ഈ സർവ്വകരളിലെ മോതിരവും മറ്റേ ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക്. അപ്പം റീമാസ്റ്റർ ചെയ്ത് വരുന്നതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു 2004 ഗില്ലി ഇറങ്ങുന്നത്. അപ്പോൾ 2004 രംഗണ്ണനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം 30 കോടിയാണ് കേട്ടോ ഈ ഗില്ലി റീമാസ്റ്റർ ചെയ്ത് വന്നപ്പോൾ 30 കോടിയാണ് ഈ ഒരു മാസം. ഈ 2024 മെയിൽ. അപ്പോൾ ആ സമയത്ത് നോക്കണം, വേറെ സിനിമയില്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്ന സമയമൊന്നുമില്ല. അത്ര ഇൻഡസ്ട്രി ഭയങ്കര ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ, അതും വളരെ പഴക്കമുള്ള സിനിമയൊന്നുമല്ലല്ലോ, 2004 സിനിമയിൽ 20 വർഷത്തെ പഴക്കമല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പഴയ ജനറേഷൻ കണ്ട അവരുടെ ഒരു ഹിറ്റ് പടമല്ല, ഈ ജനറേഷൻ തന്നെ അവരുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള ഒരു പടം എന്ന് പറയാവുന്നതാണ്. ഇതിലും ആവേശകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഈ നിലക്കുള്ള പല നിലക്കുള്ള ഡിവേഴ്സിഫിക്കേഷൻ ശ്രമിക്കുന്നു, അത് വിജയിക്കുന്നു, അതിൽ ആളുകൾ വന്നു ചേരുന്നു, അത് ചലനങ്ങളുണ്ടാക്കുന്നു പറയുന്നത് നിശ്ചയമായിട്ടും നല്ല കാര്യമാണ്. ഇപ്പോൾ അജിംസ് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എല്ലാവരും റീമാസ്റ്ററിംഗ് ആയിട്ട് ഇറങ്ങുമെന്ന് വെച്ചാൽ വിജയിക്കുമെങ്കിൽ ഇറങ്ങിക്കോട്ടെന്നേ, വിജയിക്കൂല അത് നഷ്ടമെന്ന് വിചാരിച്ചാൽ. ഈ റീമാസ്റ്ററിങ്ങിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ പഴയ പ്രിന്റുകളുടെ സംരക്ഷണം. സംരക്ഷണത്തിൻ്റെ അതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഈ നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് നമുക്ക്, NFCA. അത് 1964 ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ആ ഒരു മലയാളിയാണ് കേട്ടോ അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്, PK നായർ എന്ന് പറഞ്ഞിട്ട്. സെല്ലുലോയിഡ് മാൻ എന്നൊക്കെയാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. അതിഭയങ്കരമായിട്ട് ഇതിനൊരു ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത മനുഷ്യനാണ്. എവിടെ ഈ ഒരു ഫിലിം ഇറങ്ങിയാലും അത് തപ്പി തേടി പിടിക്കുക, ആർക്കൈവ് ചെയ്യുക, ഇതായിരുന്നു പുള്ളിയുടെ പരിപാടി. ആ സംവിധാനം, ഈ NFCA എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇപ്പോൾ ഇല്ല, അത് മനസ്സിലാക്കണം നമ്മൾ. 2022 വന്നതിന് ശേഷം ഈ സംവിധാനം ഇല്ല. അത് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NFDC ലയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2019 CAG റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഫിലിം ആർക്കൈവിങ്ങിൽ സംഭവിച്ച വൻ പറയാൻ 31,000 റീലുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. 31,000 റീലുകൾ ഒന്ന് ആലോചിച്ച് നോക്കും. 31,000 റീലുകൾ നഷ്ടപ്പെട്ടു എന്ന് CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് ഇന്ത്യയിലെ സാംസ്കാരിക രംഗത്ത് അതൊരു വിഷയമേ ആയിട്ടില്ല. അപ്പോൾ ആർക്കൈവിംഗ് എന്ന് പറയുന്ന പരിപാടി അതിന്ന് സർക്കാർ ഏതാണ്ട് പിന്മാറിയതുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന റീമാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ തന്നെയുള്ള NGOs, ഫൗണ്ടേഷൻസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ നിലക്കുള്ളൊരു ഫിലിം മേഖലയിലൊരു ആക്ടിവിസം എന്നുള്ള നിലക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പുഷ്ടിപ്പെടുത്തുക, അതിനെ കൂടുതൽ ബലവത്താക്കുക എന്നുള്ളൊരു പ്രക്രിയ ഇതിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പരമാവധി വരട്ടെ. ഇപ്പോൾ ഏതാണ്ട് എല്ലാ ഫിലിംസും നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പഴയൊരു ഫിലിം തിയേറ്ററിൽ കാണും, പഴയൊരു ഫിലിം ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഫീല് വേറെയാണ്. പ്ലസ് ഈ പറയുന്ന ആർക്കൈവിംഗ് എന്ന് പറയുന്ന ഇതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ അതിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ പൈപ്പ് ലൈനിലുള്ളത് ഏതാണ്ട് ഒരു ഡസനോളം പടങ്ങൾ മലയാളത്തിൽ പൈപ്പ് ലൈനുണ്ട്. വടക്കം വീരഗാഥയുണ്ട്, മണിച്ചിത്രത്താഴുണ്ട്, മറ്റേ കിരീടമുണ്ട്, ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. വരട്ടെന്നേ. വിജയിക്കുന്നത് അത് വിജയിക്കുന്നുവെങ്കിൽ എഗൈൻ അത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഒരു ചലനം ഉണ്ടല്ലോ, അതും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ച മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ ഈ സിനിമയൊക്കെ അന്ന് ദേവദൂതനെ ഒരുപാട് കൂവല് കേട്ടെന്ന് പറയുന്നത്, അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊരു ക്രിഞ്ചാണെന്ന് പറയുന്ന സിനിമകളൊക്കെ ഒരു 10-15 വർഷം കഴിഞ്ഞ് റിലീസ് ചെയ്യും. അയ്യോ, അങ്ങനെയുള്ളൊന്നും ഇറക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. സീരിയസ്ലി നമ്മുടെ ടീനേജിലെ കണ്ട് ഭയങ്കര രോമാഞ്ചം കൊണ്ട് കുറേ അധികം സിനിമ ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു ഫ്രെയിം പോലും കാണാൻ പറ്റാത്ത അന്നുള്ള ആൾക്കാർ കണ്ടോട്ടെ.
യെസ്, അപ്പോൾ നല്ല സിനിമകൾ, നല്ല കലാസൃഷ്ടികളൊക്കെ കാലത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അതിനെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ, സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അത് മികച്ച കലാസൃഷ്ടികൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. ആ നിലയിൽ മലയാള സിനിമയ്ക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമസ്കാരം.